നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 805 805. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 1-ാം അധ്യായം ശ്രീകൃഷ്ണ അവതാരകാര്യ നിരൂപണം. രാജോവാച. ശ്ലോകം 1. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യോ രാജ്ഞാം ച ഉഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം. അങ്ങയാൽ ചന്ദ്രസൂര്യന്മാരുടെ പുത്രപൗത്ര പരമ്പരാക്രമം പറയപ്പെട്ടു. 2 വംശത്തിലും ജനിച്ച രാജാക്കന്മാരുടെ ഏറ്റവും ആശ്ചര്യകരമായ വൃത്താന്തവും പറയപ്പെട്ടു എന്ന് പറഞ്ഞു വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേൾക്കണം. അതിന് മുമ്പേ അതിൻ്റെ ഒരു പ്രിയാമ്പിൾ പറയുന്നുണ്ട് ഈ 1-ാമത്തെ അധ്യായത്തിന് ദശമസ്കന്ധത്തിൽ. ശ്രീകൃഷ്ണ കഥ കേൾക്കുന്നതിൽ പരമസന്തുഷ്ടനായ പരീക്ഷിത് രാജാവ് പറഞ്ഞു, ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും ഉണ്ടായ വംശത്തിൻ്റെ വിസ്താരത്തെയും ആ 2 വംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ അത്യത്ഭുതമായ ഓരോ കഥകളും അങ്ങ് അരുളി ചെയ്തു എന്നായി. ഇനി പറഞ്ഞത് എന്താ? ശ്രീകൃഷ്ണ ചരിതത്തെ 9ാം സ്കന്ധാവസാനത്തിൽ ശ്രീ ശുഗമഹർഷി വളരെ ചുരുക്കി പറഞ്ഞത് കേട്ടപ്പോൾ മുൻപറഞ്ഞ കഥകൾ ഓർമ്മ വയ്ക്കാൻ തനിക്ക് ശക്തിയില്ലെന്ന വിചാരത്താൽ കഥാശ്രവണത്തിൽ താൻ അധികാരിയല്ലെന്നുള്ള ഭാവനയാൽ ചുരുക്കി പറഞ്ഞതോ എന്ന് ഇദ്ദേഹം ഒരു സംശയം എക്സ്പ്രസ് ചെയ്യണം. ശങ്കയുണ്ടായതിനെ പരിഹരിച്ച് താൻ ഭഗവത് കഥകൾ വിസ്തരിച്ച് കേൾക്കാൻ അധികാരിയാണെന്ന് കാണിക്കാൻ മുമ്പിൽ കേട്ട കഥകളുടെ സാരം രാജാവ് സംക്ഷേപിച്ച് ശുഗബ്രഹ്മർഷിയെ പറഞ്ഞു കേൾപ്പിച്ചു. അതിൻ്റെ ശേഷം കഥ വിസ്താരം പറഞ്ഞ അവസരത്തിൽ സൂര്യവംശത്തെയാണ് മുമ്പിൽ പറഞ്ഞത്. എങ്കിലും ശ്രീകൃഷ്ണാവതാരം ഉണ്ടായത് ചന്ദ്രവംശത്തിലാണെന്ന് കേട്ടതിനാൽ ശ്രീകൃഷ്ണ ഭക്തനായ രാജർഷി ചന്ദ്രവംശത്തെക്കുറിച്ച് തനിക്കുള്ള ബഹുമാനത്തെ കാണിക്കാൻ ചന്ദ്രവംശത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് സോമസൂര്യ വംശവിസ്താരം എന്ന് പറഞ്ഞതാകുന്നു. പുരൂരവസ് ഉർവശിയുടെ ഭർത്താവായി ഭവിച്ചുവെന്നും കകുസ്തന് ഇന്ദ്രാരോഹണമുണ്ടായി എന്നുമുള്ള വിശേഷ കഥകളെ പ്രത്യേകം സൂചിപ്പിക്കാനാണ് ചരിതത്തിന് പരമാത്ഭുതം എന്ന വിശേഷണം ഉപയോഗിച്ചത് എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ ദേവസ്ത്രീയുടെ ഭർത്താവായിരിക്കുന്നത് ആശ്ചര്യമാണല്ലോ, അല്ലേ? ദേവന്മാർ വേറെ, അസുരന്മാർ വേറെ, മനുഷ്യന്മാർ വേറെ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന് ഭൂലോകത്തുള്ളൊരു മനുഷ്യന് ദേവസ്ത്രീ എങ്ങനെയാണ് ഭാര്യയായിട്ടിരുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന് ആലോചന വൈഭവം ഉണ്ടായത്. അപ്പോൾ 2-ാമത്തെ ശ്ലോകം. യഥോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമ തത്രാംശേന അവതീർണസ്യ വിഷ്ണോർവീര്യാണി സംശന എന്നാണ് പറഞ്ഞത്. അല്ലയോ മുനിശ്രേഷ്ഠ, ധർമ്മിഷ്ഠനായ യദുവിൻ്റെയും വംശപരമ്പര ഏറ്റവും സ്പഷ്ടമായിട്ട് പറയപ്പെട്ടു. അതിൽ അംശമായ ബലരാമനോടുകൂടി അവതരിച്ച വിഷ്ണുവിൻ്റെ പ്രഭാവങ്ങളെ ഞങ്ങളോട് വർണ്ണിച്ചാലും. അവിടെ ഞങ്ങളോട് എന്ന് പറയാൻ കാരണം എന്താ?
പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് അനവധി ഋഷീശ്വരന്മാരും വൈഷ്ണവ ഭക്തന്മാരും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവർക്കൊക്കെ ഉപകാരമാവണം, ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പറഞ്ഞു, പിന്നെ വർണ്ണിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയണു, പരീക്ഷിത്ത് പറയണു ശുഖബ്രഹ്മർഷിയോടെ, ഹേ മുനിശ്രേഷ്ഠ, ഭഗവത് ഭക്തി ഉള്ളതിനാൽ ധർമ്മശീലനായിരിക്കുന്ന യദുവിൻ്റെ വംശത്തെയും അങ്ങ് സ്പഷ്ടമായി പറഞ്ഞുവല്ലോ. ആ വംശത്തിൽ സ്വാംശമായിരിക്കുന്ന ബലഭദ്രയോടുകൂടി അവതരിച്ച ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രഭാവാതിശയങ്ങളെ ഞങ്ങളോട് വർണ്ണിച്ചു പറയണമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയണു, മനനശീലമുള്ളവർ മുനികൾ. നമ്മൾ ആ ഒരു ഇതിലേക്ക് ഉയരണം. മനനശീലം എന്താണ് കേട്ടത്, അതിനെ മനനം ചെയ്ത് അർത്ഥവിചാരം ചെയ്ത് നമ്മൾക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം. അപ്പോൾ മനനശീലമുള്ളവരാണ് മുനികൾ. അതാണ് മൗനമായിട്ടിരിക്കാൻ കാരണം. അവരിൽ വെച്ച് ഈശ്വര ഭക്തന്മാർ മുനിസത്തുക്കൾ. മുനികളിൽ നിന്നും മേലെയാണ് ആരെ? മുനിസത്തുക്കൾ. അവരാരാന്നാ പറഞ്ഞത്? ഈശ്വര ഭക്തന്മാർ. ശ്രീകൃഷ്ണരതിയുള്ളവർ മുനിസത്തരന്മാർ. ശ്രീകൃഷ്ണ ഭഗവാനിൽ പരമപ്രേമ വിശേഷമുള്ള മഹാന്മാർ മുനിസത്തമന്മാർ. 3 ദിവസം മുഴുവനും യാതൊരു ക്ഷീണവും വിശപ്പും ദാഹവുമില്ലാതെ പരമകൃപയോടുകൂടി ഭഗവത് കഥ തനിക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ശുഗമഹർഷിയുടെ നേരെയുള്ള പരമഭക്തി കാണിക്കാൻ മുനിസത്തമ എന്ന സംബോധന ഉപയോഗിച്ചിരിക്കുന്നു. യയാതി രാജാവിൻ്റെ 5 പുത്രന്മാരിൽ ഒരുവനായ യദു അച്ഛൻ്റെ ആഗ്രഹത്തെ നിരാകരിച്ചിരിക്കെ ധർമ്മശീലനെന്ന് പറയാമോ എന്ന് ശങ്കിക്കേണ്ട. ധർമ്മോ മത് ഭക്തി ലക്ഷണം. ഭഗവാൻ പറഞ്ഞത് എന്താ? ധർമ്മമാണ് എന്നോടുള്ള ഭക്തിയുടെ ലക്ഷണം. ധർമ്മചാരിയാണോ? ധർമ്മം വദ ധർമ്മം ചര എന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞു, ഭഗവത് ഭക്തിയാണ് ധർമ്മം എന്ന് ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. പിതാവ് പറഞ്ഞത് യൗവനത്തെ തനിക്ക് തരുന്നതായാൽ ആ പുത്രന് രാജാധിപത്യം നൽകാമെന്നാണ്. ഭഗവത് ഭക്തനായ യദു രാജ്യത്തെ ആഗ്രഹിച്ചില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. രാജ്യത്തെ ആഗ്രഹിച്ചില്ല. രാജാധിപത്യം സിദ്ധിച്ചാൽ സ്വച്ഛന്ത ഭക്തിക്ക് വിരോധം കൂടിയാണ് എന്നും ഭഗവത് ഭക്തി തന്നെ സർവോത്തമമെന്നും കരുതിയിരിക്കുന്നതിനാൽ ധർമ്മശീലനെന്ന് അദ്ദേഹത്തെ തന്നെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ബാലിശമായ ഒരു കാര്യത്തിന് പറഞ്ഞതുകൊണ്ട് അയാൾ ഭക്തി ഇല്ലാത്തവരാവണില്ല. ഇതാണ് സുസൂക്ഷ്മം പരിശോധിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് പറയാൻ കാരണം. അപ്പോൾ പറഞ്ഞു, ആ സർവോത്തമെന്നും കരുതിയിരുന്ന ധർമ്മശീലനെന്ന് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. തൻ്റെ യൗവനത്തെ പിതാവിന് കൊടുത്താൽ ആ യൗവനം കൊണ്ട് പിതാവ് മാതാവിൽ പ്രവേശിക്കുന്നതിനാൽ, വളരെ ശ്രദ്ധിക്കണം, മാതാവിൽ പ്രവേശിക്കുന്നതിനാൽ മാതൃസംഗമദോഷം തനിക്ക് നേരിടും എന്ന് ശങ്കിച്ചിട്ടാണ് യദു യൗവനത്തെ പിതാവിന് കൊടുക്കാതിരിക്കുന്നത് എന്ന് ചിലർ പറയുന്ന സമാധാനം പൂരുവിന് ഈ ദോഷത്തെ ജനിപ്പിക്കുന്നതാകയാൽ സ്വീകരിക്കത്തക്കതല്ല. അപ്പോൾ ഓരോ അംശങ്ങളെ കീറി മുറിച്ച് മനനം ചെയ്യാണ് ചെയ്യണത് ഇവിടെ. അപ്പോൾ പറഞ്ഞു, പൂരുവിനെ മഹായോഗ്യനായിട്ട് തന്നെ ഗണിച്ചതായിട്ടാണ് ഈ ഭാഗവതത്തിൽ തന്നെ പലയിടത്തും പറഞ്ഞിരിക്കുന്നു. ഗൃഹസ്ഥന് യാഗം ഉചിതം തന്നെ, എന്നാൽ സന്യാസിക്ക് നിന്ദമാണ്. ഇതാണോ ഇപ്പം നടക്കുന്നത്? സന്യാസിക്ക് നിന്ദമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള യാഗങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ ആൾക്കാർ തെറ്റും. അർത്ഥം മനസ്സിലാക്കി ഇവർക്ക് കൂടി ദണ്ഡുണ്ടാക്കുന്ന കൂട്ടത്തിലാണ് ആൾക്കാർ പലവരും ചെയ്യണത്. മനസ്സിലായില്ലേ?
അപ്പോൾ ഗൃഹസ്ഥന് യാഗം ഉചിതം തന്നെ, എന്നാൽ സന്യാസിക്ക് നിന്ദമാണ്. ഇതുപോലെ രാജാധിപത്യത്തെ ആഗ്രഹിച്ച പുത്രനായ പുരു ആ കാര്യോപയോഗിയായ പിതാവിൻ്റെ ആജ്ഞയെ അനുസരിച്ചതിലും ആവിധമല്ലാതെ അതിലും വലുതെന്ന് താൻ ആഗ്രഹിച്ചിരിക്കുന്ന ഭഗവത് ഭക്തിയെ നിർവഹിപ്പാൻ വേണ്ടി യദു അനുസരിക്കാതിരിക്കുന്നതിലും രണ്ടുപേർക്കും തെറ്റില്ല എന്ന് പറയണം. പിന്നെ പക്ഷേ നശ്വരമായ രാജശ്രേയസിനേക്കാൾ അനശ്വരമായ ഭഗവത് ഭക്തിയെ പ്രമാണിച്ച യദുവിൻ്റെ ഭക്തിയോഗ്യതയെ അറിഞ്ഞിട്ടു തന്നെ ഭഗവാൻ ആ കുലത്തിൽ അവതരിച്ചത് എന്ന് സ്പഷ്ടമായിരിക്കുന്നതിനാൽ ധർമ്മശീലനെന്ന വിശേഷം യദുവിന് ഏറ്റവും പറ്റിയതാകുന്നു. അംശേനാവതീർണസ്യ എന്ന വിശേഷണത്തിന് വിഷ്ണുവിൻ്റെ അംശാവതാരമായ ശ്രീകൃഷ്ണൻ്റെ എന്നും ചിലർ പറയുന്നുണ്ട്. അപ്പോൾ എട്ടാമത്തെ സ്വയം ഹരി തന്നെ എന്ന് മുമ്പിൽ പറഞ്ഞതിന് ദോഷം നേരിടും. എന്നാൽ ജനദൃഷ്ട്യ അംശാവതാരമെന്ന് പറഞ്ഞുവെന്നും സമാധാനിക്കാം. ന അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. ഒരു പ്രമാണം പറയാണ്, ഞാൻ എല്ലാവർക്കും അറിയത്തക്കവനല്ല എന്ന് ഭഗവാൻ തന്നെ അർജുനനോട് പറഞ്ഞിരിക്കുന്നു. കാരണം ഈസിയല്ല, ഭഗവാനെ അറിയാമെന്നുള്ളത് അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോൾ അർജുനനോട് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം ഇതിനെ സഹായിക്കുന്നു. അവതരിച്ചത് കൊണ്ട് സർവവ്യാപകത്വത്തിന് യാതൊരു ഹാനിയും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്ന വിഷ്ണുപദത്തെ തന്നെ വിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നതിനാൽ അംശപദത്തിന് ബലരാമനെന്ന് ധരിക്കുന്നതാണ് വളരെ ഉചിതം എന്ന് മനസ്സിലാക്കണം. കാരണം ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലാണ് ശാന്തിയും സമാധാനം കൈവിട്ടു പോവില്ല. ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ ശ്ലോകം, അവതീര്യയതോർ വംശേ ഭഗവാൻ ഭൂതഭാവന. ജീവനുള്ളവർക്ക്, മനുഷ്യന്മാർക്ക് ഭാവനാവൈദഗ്ധ്യം കൊടുക്കുന്നത് ഭഗവാനാണ്. ഒരു ശരീരത്തിൽ നിന്ന് ചൈതന്യം ഇറങ്ങിപ്പോയാൽ പിന്നെ ഭാവനയ്ക്ക് അവിടെ ഇടയില്ല. അപ്പോൾ കൃതവാൻ യാനി വിശ്വാത്മാ താനി നോ വധ വിസ്തരാത്, അതിനെപ്പറ്റി വിസ്തരിച്ച് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞു, യദുവിൻ്റെ കുലത്തിൽ അവതരിച്ചിട്ട് ഭൂതങ്ങളെ രക്ഷിക്കുന്നവനും ലോകത്തെ വ്യാപരിപ്പിക്കുന്നവനും ആയ ഷഡ്ഗുണപരിപൂർണൻ യാതൊരു കർമ്മങ്ങളെ ചെയ്തു അവയെ ഞങ്ങളോട് വിസ്തരിച്ച് പറയണമേ എന്ന് പരീക്ഷിത് മഹാരാജാവ് പറയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഭാവാർത്ഥം, സകല ചരാചരങ്ങളിലും ചൈതന്യരൂപേണ വിളങ്ങുകയാൽ നോക്കുന്ന ദിക്കിലൊക്കെ സുസ്പഷ്ടം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ യദുവംശത്തിൽ അവതരിച്ച ശേഷം അവതാര പ്രയോജനത്തെ നിർവഹിക്കാൻ വേണ്ടി ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം മുതലായ ഏതേതു കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നുവോ അവയെല്ലാം വിസ്തരിച്ച് ഞങ്ങളെ കേൾപ്പിക്കണം എന്ന് അസന്നിഗ്ധമായിട്ട്, സംശയാസ്പദമല്ലാത്ത രീതിയിൽ, സംശയത്തിന് അവിടെ ഇല്ലാത്ത രീതിയിൽ പരീക്ഷിത്ത് ശുഗമുനിയെ ബോധിപ്പിച്ചു. നവമസ്കന്ധാവസാനത്തിൽ ചുരുക്കി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തി വന്നിട്ടില്ല എന്ന് സാരം. നാലാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൗഷധാ ശ്രോത്രമനോഭിരാമാത് ക ഉത്തമ ശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനംബശുഗ്നാത്. അതായത് ആശയറ്റവരാൽ അധികം കീർത്തിക്കപ്പെടുന്നതായും സംസാര രോഗത്തെ തീർക്കുന്ന മരുന്നായും, ഭവൗഷധാത് എന്ന് പറഞ്ഞാൽ എന്താ? സംസാര രോഗത്തെ തീർക്കുന്ന മരുന്നാണ് ഇത് ഭാഗവതം. അത് പഠിക്കാതെ കണ്ട് പല പല ഹോമങ്ങളിൽ മുദ്ര കാണിച്ച്
അപകടം വരുത്തി തീർക്കരുത്. അതാണ് കാര്യഗൗരവമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചെവികളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്നതുമായിരിക്കുന്ന ശ്രോത്രമനോഭിരാമാത്, ചെവികളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്നതായും ഇരിക്കുന്ന ഈശ്വര ഗുണകീർത്തനത്തിന് പ്രാണിഹിംസകനല്ലാതിരിക്കുന്ന ഏതൊരു പുരുഷൻ വിരക്തനായി ഭവിക്കും. അപ്പം ഇവിടെ ഒരു വാക്ക് പറയുണ്ടായി, പ്രാണിഹിംസ ചെയ്യുന്നവന് ഭഗവത് സായുജ്യം കിട്ടില്ല, ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവില്ല. കാരണം ഭഗവാൻ കുടികൊള്ളുന്നൊരു ജീവിയെ ഹനിച്ച് ആഹാരമാക്കി തീർത്തിട്ട് പിന്നെ ഭഗവാനെ പൂജിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വലിയ വലിയ വേദികളിൽ പ്രമാണിന്യം നേടിയിട്ടുള്ള അവതാരകന്മാർ, ആചാര്യന്മാർ ഈ വസ്തുനിഷ്ഠ വിളിച്ചു പറയില്ല. കാരണം പിന്നെ ഇവരെടുത്ത് എഴുന്നള്ളിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയാണ് ഈ ആൾക്കാരെടുത്ത് എഴുന്നള്ളിക്കാൻ. അല്ലെങ്കിൽ ഇവൻ എന്നെപ്പോലെ ചുരുണ്ടുകൂടി കിടക്കാൻ സാധിക്കണം. ഞാനതാ ചെയ്യുന്നത്, ഞാൻ ചുരുണ്ടുകൂടുകയാണ്. പക്ഷേ എൻ്റെ മാനസിക അവസ്ഥയ്ക്കോ എൻ്റെ ഭക്തിക്കോ ഊനം തട്ടാതെ കൊണ്ട് ഭഗവാൻ വളരെ കൗശലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പരിമിതമായ ആഗ്രഹാഭിലാഷങ്ങളെയും ഭഗവാൻ നിറവേറ്റി തരുന്നുണ്ട്. പിന്നെ എനിക്കെന്താ പേടി? ഇനി ഇതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ലോകത്തിൽ ജീവൻ മുക്തന്മാർ, മുമുക്ഷുക്കൾ, വിഷയികൾ എന്നിങ്ങനെ 3 തരക്കാർ ഉള്ളവരിൽ ആരും ഭഗവത് കഥ കേട്ടത് മതി എന്ന് വിചാരിക്കാറില്ല. എന്നാൽ ഭഗവത് കഥ കേൾക്കണ്ട എന്ന് വിചാരിക്കുന്നവരാരാ? മത്സ്യമാംസവും മധുപാനവും ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് സ്വബുദ്ധി കയ്യിലില്ല. സ്വബുദ്ധി ഉണ്ടെങ്കിലല്ലേ അവരത് ചെയ്യുള്ളൂ. എന്തുകൊണ്ടെന്നാൽ സർവവും അറിഞ്ഞതിനാൽ യാതൊരു വിഷയസുഖത്തെ ആഗ്രഹിക്കാതെ കണ്ടുള്ളവർക്ക് ഭഗവത് കഥകൾ ഇഷ്ടമുള്ളൂ. വിഷയസുഖങ്ങളാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഈ വഴിക്ക് വരില്ല. അവരവർക്ക് ഓരോരുത്തർക്കും ഓരോ വഴിയാണുള്ളത്. അപ്പോൾ വിഷയസുഖത്തെയും ആഗ്രഹിക്കാതെ സ്വരൂപാനന്ദത്തെ അനുഭവിച്ച, സ്വരൂപം ആനന്ദമാണ്, സുഖദുഃഖ സമ്മിശ്രമല്ല. ആത്മാരാമന്മാരായിരിക്കുന്ന ജീവൻ മുക്തന്മാർക്ക് ഭഗവത് കഥയേക്കാൾ മീതെ മറ്റൊന്നുമില്ലാത്തതിനാൽ ഭഗവാന്റെ ആനന്ദരൂപത്തെക്കുറിച്ച് അവർ ഗാനം ചെയ്യുന്നു. ലോകം ദുഃഖം കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കളുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്ന ദിവ്യരസായനം ഇതാകയാൽ അവരുടെ ദിവ്യലീലകൾ വർണ്ണിച്ച് കാലം കഴിക്കുന്നു. ഭഗവാനായി തീരാണ്. പിന്നെ ഭഗവാനിൽ ലയിക്കുകയാണ്. സായുജ്യ, സാമീപ്യ, സാലോക്യ, സാരൂപ്യ. അപ്പോൾ ശബ്ദമാത്രാ ശ്രവണത്താൽ കാതുകളെയും അർത്ഥലോചനം ചെയ്യുന്ന അവസരത്തിൽ മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന ഭഗവത് കഥ, നേരെ മറിച്ച് വില കൂടിയ ഒരു ഇനം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധമില്ലാതെ ഉണ്ടായി. പിന്നെ നമ്മൾ എന്ത് കേൾക്കണോ, എന്ത് കാണണോ, എന്ത് പിന്നെ മനനം ചെയ്യാൻ എന്താ ഉള്ളത്? അതേമാതിരി മാംസാഹാരം കഴിച്ചാൽ എന്താ, ശവത്തെ പേറി നടക്കണം നമ്മൾ. അല്ലെങ്കിൽ തന്നെ ജീവൻ പോയാൽ നമ്മൾ തന്നെ ശവമാവും. അപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശവം തീനികളായിട്ട് എന്തിനാ മാറുന്നത്? അപ്പോൾ ഭഗവത് കഥകൾ കേൾക്കുന്നത് കൊണ്ട് ഇഹത്തിലും പരത്തിലും ശ്രേയസ് വർദ്ധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി കേവല വിഷയികളും ഭഗവത് കഥയിൽ താല്പര്യമുള്ളവരായിരിക്കുന്നു. ഈ വിധം എല്ലാവരാലും ആസ്വാദ്യമായിരിക്കുന്ന ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ മതി എന്ന് വിചാരിക്കുന്നവർ ആരിയ്ക്കുന്നു? ആരുമില്ല. ഇതിൽ താല്പര്യമില്ലാത്തവർ അഥവാ ഉണ്ടെങ്കിൽ അവൻ പ്രാണികളെ ഹിംസിച്ച് നടക്കുന്ന വ്യാധൻ മാത്രമായിരിക്കും. കെണി വെച്ച് പ്രാണികളെ പിടിച്ച് ചുട്ട് ചാമ്പലാക്കി തിന്നുന്നവൻ ആയിരിക്കും.
ഞാൻ ആദ്യം പറഞ്ഞ ജീവൻ മുക്തന്മാരിലും മുമുക്ഷുക്കളിലും ഉൾപ്പെടുകയില്ലെങ്കിൽ കേവല വിഷയികളുടെ കൂട്ടത്തിലെങ്കിലും ഉൾപ്പെടാതിരിക്കയില്ല. അതുകൊണ്ട് ശ്രീഹരികഥാപ്രസംഗം കേൾക്കാൻ വളരെ താല്പര്യമുണ്ടെന്ന് സാരം. ധാരാ പറഞ്ഞത് പരീക്ഷിത്ത്. ഈ ശ്ലോകത്തിൽ കഥാശ്രവണം സംസാര രോഗത്തെ നശിപ്പിക്കുന്ന ഔഷധമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. ഔഷധത്തിന് ഭഗവത് കഥയോടുള്ള സാദൃശ്യം സാമാന്യമായിട്ടല്ലാതെ സമ്പൂർണമായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ടിനും തമ്മിൽ വളരെ ഭേദമുണ്ട്. രോഗമില്ലാത്തവൻ ഔഷധം സേവിക്കയില്ല. ഇവിടെ സംസാര രോഗമില്ലാത്ത ജീവൻ മുക്തന്മാരും ഭഗവത് കഥാ ദിവ്യരസായനം ആസ്വദിക്കുന്നു. ദിവ്യരസായനാണ് ഏത്? ഭാഗവതം. അസുഖമില്ലല്ലോ, അവർക്കാണത് ആവശ്യം. ഔഷധ സേവയാൽ രോഗനാശമുണ്ടാകുമെന്ന് നിശ്ചയിച്ചുകൂടാ. ഔഷധ സേവയാൽ രോഗനാശമുണ്ടാകുമെന്ന് നിശ്ചയിച്ചുകൂടാ. ഉറപ്പില്ല, ദർ ഇസ് നോ ഗ്യാരണ്ടി. മുൻപ് ചെയ്തിട്ടുള്ള പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കാൻ രോഗം വേണമെങ്കിൽ രോഗം മാറില്ല. ഇത് പറയുമ്പോൾ തമാശയായിട്ട് തോന്നും, ഇതാണ് ശരി, സീരിയസ്നെസ്സാണത്. എന്നിട്ട് അഥവാ മാറിയാൽ വീണ്ടും രോഗമുണ്ടാവും. നേരെ മറിച്ച് സദാസേവ്യ ഭഗവത് പാദാരവിന്ദത്തിൽ എത്തിച്ചേരാനുള്ള വ്യഗ്രതയോടുകൂടി ആര് ഭാഗവതത്തെ ഉപാസിക്കുന്നു അവർക്ക് രോഗം വരില്ല. കാരണം എന്താ? അവര് ഭാഗവതമാകുന്ന അമൃത സേവ ചെയ്യുന്നുണ്ട്. പിന്നെ മരണം എന്നുള്ളത് ആദ്യന്താപേക്ഷിതാണ്, അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം മരണമില്ലായ്മ അവസ്ഥ, എന്നാൽ അർത്ഥത്തിൽ മരണമില്ലായ്മ അവസ്ഥ വരും ഭക്തന്. എങ്ങനെയായാൽ മോക്ഷം കിട്ടുമ്പോൾ ആ മോക്ഷമാണ് സായുജ്യ സാമീപ്യ സാലോക്യ സാരൂപ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ പറയണു, അഥവാ മാറിയാൽ വീണ്ടും രോഗമുണ്ടാവും. കഥാശ്രവണത്തിന് ഈ രണ്ട് ദോഷവുമില്ല. ഒരേ ഔഷധം എല്ലാ രോഗത്തിനും ശാന്തികരമല്ല. ഭഗവത് കഥയോ ജനന മരണരൂപമായ സംസാര രോഗത്തെ രണ്ടാമത് ഉണ്ടാകാത്ത വിധം നശിപ്പിക്കും. ഔഷധം എന്ന് കേട്ട മാത്രയിൽ ശ്രോത്രത്തിന് സുഖമുണ്ടാകുകയില്ല. സേവിച്ചാൽ മനസ്സിനും ഹൃദ്യമായിരിക്കയില്ല. കഥാമൃതം അങ്ങനെയല്ല. കേട്ട മാത്രത്തിൽ ശ്രോത്രവും അർത്ഥാലോചനയിൽ മനസ്സും ആനന്ദിക്കും. ഇനിയും പല ഭേദങ്ങൾ ഉള്ളതിനെ ബുദ്ധിമാന്മാർ ഊഹിച്ച് അറിയാതെ കണ്ടിരിക്കില്ല. ഇത്ര മഹത്തായിരിക്കുന്ന ഭഗവത് കഥാദി ദിവ്യ ഔഷധ സേവയിൽ വിരക്തനായി ഭവിക്കുവാൻ മഹാപാതക സംഘത്തിൻ്റെ ഇരിപ്പിടമായിരിക്കുന്നവൻ തന്നെ എന്ന് നിശ്ചയിക്കും. ആരാണ് ഭഗവത് കഥകൾ കേൾക്കാൻ വരാത്തത് അല്ലെങ്കിൽ താല്പര്യം കാണിക്കാത്തത്? അവരാരാന്നാ പറഞ്ഞത്? മഹാപാതക സംഘത്തിൻ്റെ ഇരിപ്പിടം. എത്ര പാപമാണ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാത്ത അവസ്ഥ എന്നാ പറഞ്ഞത്. അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. പിതാമഹാമേ സമരേ അമരഞ്ജയേർ ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാതരൻ വത്സപദം സ്മയത്പ്ലവാ. എന്താ അതിനർത്ഥം പറയണത്? എൻ്റെ മുത്തച്ഛന്മാർ യാതൊരുത്തനാകുന്ന കപ്പലോട് കൂടിയവരായിട്ട്, ഭഗവാനാകുന്ന കപ്പലോട് കൂടിയവരായിട്ട് എന്നർത്ഥം. ഭഗവാനാണ് അവരുടെ കപ്പിത്താൻ. യുദ്ധത്തിൽ ദേവന്മാരെയും ജയിക്കുന്നവരായ ഭീഷ്മർ മുതലായ അതിരഥന്മാരാകുന്ന തിമിംഗലങ്ങൾ നിമിത്തം കടക്കുവാൻ കഴിയാത്ത കൗരവ സൈന്യസാഗരം, കൗരവ സൈന്യമാകുന്ന സമുദ്രത്തെ പശുക്കുട്ടിയുടെ കുളമ്പിലെ ചാലിലെ ജലത്തെ, കുളമ്പുചാലിലെ ജലത്തെ എന്ന പോലെ തരണം ചെയ്തു. വളരെ അർത്ഥവത്തായിട്ടൊരു ശ്ലോകം അത്. അതായത് ഒരു ഇരുമ്പിന് ഒരു പശുവിൻ്റെ കുളമ്പടി ഗർത്തത്തിൽ വെള്ളം ചുറ്റി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, മനുഷ്യനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടെ ഭവസാഗരം എന്ന് പറഞ്ഞാൽ ഭാവനയാൽ സമുദ്രങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഫ്ലൈറ്റ് കയറിയാൽ ഫ്ലൈറ്റിന് തീ പിടിച്ചാൽ എന്താ ചെയ്യുക? ഫ്ലൈറ്റ് കത്തി ചാമ്പലായാൽ എന്താ ചെയ്യുക? ഈ ചോദ്യം മനസ്സിലുള്ളവർക്ക് പ്ലെയിനിൽ കയറാൻ പറ്റില്ല. കപ്പൽ വെള്ളത്തിൽ മുങ്ങും എന്ന് വിചാരിച്ചിരിക്കണവൻ കപ്പലിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് ദുർവൃത്തന്മാര്. നല്ല കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും ആലോചിക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഞാൻ കഴിയുക? ഞാൻ ഒരു 45 കൊല്ലം മുമ്പേ, 44 കൊല്ലം മുമ്പേ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ജോലി ഇല്ലാത്തൊരു കുട്ടീനെ വിവാഹം ചെയ്താൽ എങ്ങനെ ജീവിക്കുക? ഉത്തരമുണ്ട്. എന്താ? എനിക്ക് എൻ്റെ അച്ഛൻ തന്നെ ഗുരു ആ കാര്യത്തിലൊക്കെ. അപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മൾക്ക് ആർക്കും നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കാതെ കണ്ട് അപക്വമതികളായിട്ടുള്ള ആൾക്കാരുടെ വിചാരധാരകളെ സ്വാധീനിക്കാൻ നമ്മുടെ മനസ്സിനെ സമ്മതിക്കരുത്. എന്തുകൊണ്ടാണ്? മനുഷ്യന്മാരുടെ ജീവചരിത്രം അല്ല നമ്മൾ പഠിക്കേണ്ടത്. പിന്നെയോ ഈശ്വരൻ്റെ തത്വശാസ്ത്രങ്ങളാണ് പഠിക്കേണ്ടത്. അത് പഠിച്ചിട്ട് മനുഷ്യന്മാരുടെ നിങ്ങൾ വായിച്ചോളൂ, അപകടം വരില്ല. അല്ലെങ്കിലോ അപകടമായിട്ട് വരും. അപ്പോൾ ആരാണ് നശ്വരം, ആരാണ് അനശ്വരം എന്നറിയണ്ടേ? അപ്പം അനശ്വരന്മാർ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ വരണു പോണു, അത്രേ ഉള്ളൂ. എന്നും നിലനിൽക്കുന്നത് ഈശ്വര ചൈതന്യം മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഞങ്ങളുടെ കുലത്തിന് ഏകാശ്രയമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ കഥാപ്രസംഗം എന്നാൽ എപ്പോഴും കേൾക്കത്തക്കതാണ് എന്നുള്ള അഭിപ്രായം പ്രകാശിപ്പിക്കുന്നു. എൻ്റെ അച്ഛനായ അഭിമന്യുവിൻ്റെയും പിതാക്കന്മാരായ യുധിഷ്ഠിരാദികൾ കൗരവസൈന്യമാകുന്ന സമുദ്രത്തെ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന കപ്പലിൽ ഇരുന്നിട്ട് അനായാസേന തരണം ചെയ്തു. 100 യോജന നീളമുള്ള ഒരു മത്സ്യവിശേഷമാണ് തിമിംഗലം. അതിനെയും വിഴുങ്ങുന്നു അല്ലേ? അതായത് 100 യോജന നീളമുള്ള മത്സ്യവിശേഷമാണ് തിമി. അതിനെയും വിഴുങ്ങുന്നതാണ് തിമിംഗലം. ഈ വിധം മഹാഘോരങ്ങളായ പ്രാണികൾ സമുദ്രത്തിലുള്ളത് കൊണ്ട് അതിനെ കടക്കാൻ കഴിയാത്തതുപോലെ ദേവന്മാരെയും ജയിക്കാൻ തക്ക വീര്യശൗര്യ പരാക്രമ സമ്പന്നന്മാരും ഇഷ്ടപ്രകാരം മരിക്കുന്നതല്ലാതെ മറ്റൊരുത്തന്നു കൊല്ലാൻ കഴിയാത്തവരുമായ ഭീഷ്മദ്രോണാദികളായ മഹാതിമിംഗലങ്ങളെ കൊണ്ട് കടക്കാൻ കഴിയാത്ത ദുര്യോധനാദികളാകുന്ന സമുദ്രത്തെ എൻ്റെ പിതാമഹന്മാർ പശുക്കുട്ടിയുടെ കുളമ്പുചാലിനെ ചാടിക്കടക്കുന്നത് പോലെ സുതാര്യമായിട്ട് കടന്നത് ആ ഭഗവാന്റെ കരുണ കൊണ്ടു മാത്രമാകുന്നു. അതിനാൽ ആ കഥ എനിക്ക് വിശേഷിച്ചും ആദരിക്കത്തക്കതാണ്. അതുകൊണ്ട് ആ കഥയെ ഒട്ടും എന്ത് ചെയ്യാൻ പാടില്ല? ചുരുക്കാൻ പാടില്ല, വിസ്തരിച്ച് പറയണം എന്ന് ശാഠ്യം പിടിക്കുകയാണ്. ആരെ? പരീക്ഷത്ത് മഹാരാജാവ്. ആരുടെ കഥയാണിത്? ശ്രീഹരിയുടെ. ആ ശ്രീഹരി ചൈതന്യവത്തായിട്ട്, ബ്രഹ്മചൈതന്യമായിട്ട്, ജീവനായിട്ട്, ആത്മാവായിട്ട്, പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ ഹൃദയകമലത്തിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീനിവാസൻ എന്നുള്ള പേരുണ്ടായത്. ആ ശ്രീനിവാസനായിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്താസീനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.